ഇപ്പോൾ ഷെബീദ് റാവുത്തർ നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സന്ദർശനം പ്രമാണിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഷെബീദ് നൽകുന്നത്. പറയൂ ഷെബീദ്. ഈ പുഞ്ചിരിവട്ടം ഭാഗത്തേക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വരുന്നത്. ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അവർ ഈ പുഞ്ചിരിവട്ടം ഭാഗത്തേക്ക് നടന്നു പോവുകയാണ്. ലോ ആൻഡ് ഓർഡർ DGP MR അജിത്കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ അവരെ നിയന്ത്രിക്കുന്നുണ്ട്. വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം. ഇവിടെ മറ്റാരെയും ഒരുപക്ഷെ അകത്തേക്ക് കടത്തിവിടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രദേശത്ത്, അതായത് ഇവിടെ ഈ കാര്യമായി അടിപ്പെട്ട അല്ലെങ്കിൽ ഇതിന്റെ പ്രഭവ കേന്ദ്രങ്ങളുടെ പ്രധാന സ്ഥലമായിട്ടുള്ള അവിടെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ ഈ താഴെ നമുക്കറിയാം ഈ ഏറ്റവും താഴെ പ്രദേശത്തായിരുന്നു ഇന്നലെ വന്നിരുന്നത്. അതിനുശേഷം അദ്ദേഹം വീണ്ടും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് വയനാടിനോടുള്ള ഒരു തരം സ്നേഹം അതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാര്യങ്ങൾ വ്യക്തമാണ്. അദ്ദേഹം എത്തിയിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധിയോടൊപ്പമാണ് പുഞ്ചിരിമട്ടത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നലെ ചൂരൽമല ഭാഗം വരെയായിരുന്നു അദ്ദേഹം അവിടെ എത്തിയിരുന്നത്. മാധ്യമപ്രവർത്തകർക്ക് അകത്തേക്ക് കടക്കാൻ വിലക്കുണ്ട്, അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. രാഹുൽ ഗാന്ധി നടന്ന് പുഞ്ചിരിമട്ടം ഭാഗത്തേക്ക് പോവുകയാണ്. അവിടെ ഉരുളുപൊട്ടിയ പ്രദേശം സന്ദർശിക്കുകയാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ സൈനികരടക്കമുള്ള ആളുകളുണ്ട്. അവരെയും രാഹുൽ ഗാന്ധി കാണും. രാഹുൽ ഗാന്ധിക്കൊപ്പം KC വേണുഗോപാലുണ്ട്, പ്രിയങ്ക ഗാന്ധി ഉണ്ട്. മാത്രമല്ല മറ്റ് T സിദ്ദീഖ് അടക്കമുള്ള നേതാക്കളുണ്ട്. വലിയ സുരക്ഷയിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ അദ്ദേഹം ഇവിടേക്ക് വരുന്ന ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താൻ കാരണം അത്തരത്തിൽ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാകരുത്, പോലീസുകാരെ അത്തരത്തിൽ മാറ്റി ഉപയോഗിക്കരുത് എന്നുള്ള കാര്യമടക്കം അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി പുഞ്ചിരിമട്ടത്തെ ആ പ്രദേശം സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഉണ്ടായിരുന്നത് മുണ്ടക്കൈ എന്ന് പറയപ്പെടുന്ന പ്രദേശത്തായിരുന്നു. അവിടെ ഏതാണ്ട് ഒരു 5 കിലോമീറ്ററോളം ഇങ്ങോട്ടേക്ക് മല കയറി വന്നാൽ മാത്രമാണ് ഈ പുഞ്ചിരിമട്ടം എന്ന് പറയപ്പെടുന്ന പ്രദേശത്തേക്ക് എത്തുക. രാഹുൽ ഗാന്ധി നേരത്തെ മുണ്ടക്കൈയിൽ ഇറങ്ങുമെന്നാണ് പറഞ്ഞിരുന്നെങ്കിലും വളരെ അപ്രതീക്ഷിതമായ തീരുമാനം അദ്ദേഹം മാറ്റുകയായിരുന്നു. ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രങ്ങൾ തൊട്ട് താഴെയുള്ള പ്രദേശത്താണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇവിടെയും നമ്മൾ ഇന്നലെയൊക്കെ എത്തി ഇവിടുത്തെ ദൃശ്യങ്ങൾ നമ്മൾ നൽകിയിരുന്നു. അത് കുറച്ചുകൂടെ അപകടം പിടിച്ചൊരു മേഖലയാണ്. ആ മേഖലയിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്തിയിട്ടുള്ളത്. അദ്ദേഹം വയനാടിനോട് എത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് ഈ രണ്ടാമത്തെ സന്ദർശനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നലെ ആ ബെയിലി പാലം അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പാലം മുറിച്ച് ഈ ഭാഗത്തേക്ക് വരാൻ കഴിയാതിരുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അദ്ദേഹം ആ ഉരുളുപൊട്ടിയ പാതയുണ്ടായ സ്ഥലത്തേക്ക് അദ്ദേഹം പോവുകയാണ്. അദ്ദേഹം ഈ ആർമി ഉദ്യോഗസ്ഥരോടക്കം കാര്യങ്ങൾ തിരക്കുന്നുണ്ട്, കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ആ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ ഉരുൾപൊട്ടലിന്റെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള പുഞ്ചിരിമട്ടം എന്ന് പറയപ്പെടുന്ന പ്രദേശത്ത് അവിടെ എത്തി കാര്യങ്ങൾ വിലയിരുത്തുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. നേരത്തെയും അദ്ദേഹം ഈ വയനാട് MP ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നു. വയനാടിനെ പോലൊരു ലാൻഡ് ജോഗ്രഫി, അവിടുത്തെ മനുഷ്യർ അവരെ എത്രത്തോളം താൻ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ അതേ മനുഷ്യർ അവർ ദുഃഖത്തിന്റെ പടുകുഴിയിൽ നിൽക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി ആശ്വാസവാക്കുകളുമായി എത്തുകയാണ്. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നേരിട്ട് ചൂരൽമല വരെയുള്ള ഭാഗത്തേക്ക് അദ്ദേഹം എത്തിയിരുന്നു. അതിനുശേഷമാണ് മുഖ്യമന്ത്രി വയനാട്ടിൽ നിന്ന് മടങ്ങിയത്. ഇന്നലെ അവലോകന യോഗത്തിലടക്കം ഏറെ സമയം മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും ഒക്കെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ രാഹുൽ ഗാന്ധി ഇന്നലെ ചൂരൽമല വരെ എത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ പുഞ്ചിരിമട്ടത്തേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. ഇവിടെ തൊട്ട് താഴെയാണ്, അതായത് ഈ ഉരുളുപൊട്ടി തുടങ്ങിയതിന്റെ കുറച്ച് താഴെയുള്ള പ്രദേശമാണ് ഈ പുഞ്ചിരിമട്ടം എന്ന് പറയപ്പെടുന്ന പ്രദേശം. ആ ഭാഗത്താണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉള്ളത്. വളരെ അപ്രതീക്ഷിതമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. മറ്റ് നേതാക്കളുണ്ട്, അതായത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിക്കുമൊപ്പം KC വേണുഗോപാലും T സിദ്ദീഖും ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കളുണ്ട്. അവരുടെ സുരക്ഷയടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ലോ ആൻഡ് ഓർഡർ DGP MR അജിത്കുമാറാണ്. അതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആർമിയുടെ വലിയൊരു സംഘം അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ആ സംഘത്തോട് രാഹുൽ ഗാന്ധി വിവരങ്ങൾ ഇതിന്റെ തെരച്ചിൽ പുരോഗതി അടക്കമുള്ള കാര്യങ്ങൾ തേടുന്നുണ്ട്. നേരത്തെ തന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന സമയത്തും അദ്ദേഹം ഓരോ മണിക്കൂറിലും അദ്ദേഹം അപ്ഡേറ്റുകൾ എടുക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് വിവരമായി ലഭിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം അപകടം നടന്ന മറ്റൊരു പ്രദേശത്തേക്ക് അദ്ദേഹം പോവുകയാണ്. അവിടെയും സമാനമായ രീതിയിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥലമാണ് ഈ പുഞ്ചിരിമട്ടം എന്ന് പറയുന്നത്. ഈ ഉരുളുപൊട്ടി താഴേക്ക് പതിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഈ മണ്ണിടിക്കുകയും മരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തൊരു ഭാഗം കൂടിയായി നമുക്ക് ഇതിനെ കാണാൻ കഴിയും. ആ ഭാഗത്തേക്കാണ്, അതായത് ഏറ്റവും കൂടുതൽ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടായ ഭാഗത്തേക്ക്, അല്ലെങ്കിൽ ഹിറ്റ് ഉണ്ടായ ഭാഗത്തേക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു. അദ്ദേഹം ഇവിടുത്തെ ആളുകളെ ആശ്വസിപ്പിക്കുന്നു, ഇവിടുത്തെ വിവരങ്ങൾ തിരക്കി അറിയുന്നു. നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ ഒരു ചെറിയ പ്രവേശന വിലക്കുണ്ട്. പ്രത്യേകിച്ച് ഒരു ദുരന്തമുഖം കൂടിയാണ് സ്കെൻ. അതുകൊണ്ട് നമ്മൾ ആ നിയന്ത്രണം നമ്മൾ സ്വാഭാവികമായും അത് നമ്മൾ മാനിക്കുന്നു. അതുകൊണ്ട്
കൂടിയാണ് നമുക്ക് അടുത്തേക്ക് പോകാൻ കഴിയാത്തത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി പുഞ്ചിരിമട്ടം, വയനാട്ടിലെ അപകടം നടന്ന പുഞ്ചിരിമട്ടത്തേക്ക് എത്തുന്നു. അദ്ദേഹം ചൂരൽമല താണ്ടി വരുന്നത് രണ്ടാം തവണയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷവും അദ്ദേഹം ഈ ഭാഗത്തേക്ക് എത്തിയിരുന്നു. ഈ ഭാഗത്ത് ഇപ്പോഴും ഈ തിരച്ചിൽ പ്രക്രിയ അത് നടക്കുകയാണ്. വലിയ JCBകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, ഹിറ്റാച്ചികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ മണ്ണ് നീക്കം, അതേപോലെ തന്നെ പാറക്കല്ലുകളടക്കം മാറ്റി പരിശോധിക്കുന്ന രീതി. ഇവിടെ അടക്കം ഈ വലിയ ജനവാസ മേഖലയായിരുന്നു ഇവിടെയും എന്ന് വേണ്ടി പറയാം. കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ, നമുക്ക് തൊട്ടിപ്പുറത്തുള്ള ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അവിടെ കുറേയധികം വീടുകൾ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ജനവാസ മേഖലകളായിരുന്നു. ഒരുപക്ഷെ നമ്മൾ ആ മേപ്പാടിയിൽ നിന്നൊക്കെ ഒരുപാട് ദൂരമാണ് ഇങ്ങോട്ടേക്ക്, ഒരുപാട് ദൂരം സഞ്ചരിച്ച് വേണം ഇവിടേക്ക് എത്താൻ. ആ ഭാഗത്തേക്ക് തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളും വരുന്നു. ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഇവിടെ ഈ വീടുകൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഇവിടെ നിന്ന് ഈ വീടുകളിൽ നിന്നൊക്കെ നേരെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഉരുൾപൊട്ടിയ ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായിട്ടുള്ള മല കാണാൻ സാധിക്കും. വലിയ ഹൈറ്റിലാണ് ഈ പ്രദേശം ഇരിക്കുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ആ പ്രദേശത്ത്, വലിയ തിരക്കില്ലാത്തൊരു പ്രദേശത്ത്, അവിടേക്ക് രാഹുൽ ഗാന്ധി ഇപ്പോൾ നേരിട്ടെത്തിയിരിക്കുന്നു. അദ്ദേഹം അവിടെ ഈ ആർമി സംഘങ്ങളുമായിട്ടൊക്കെ ഈ റെസ്ക്യൂ ഏത് വിധത്തിൽ നടത്തണം, ഏതൊക്കെ രീതിയിൽ നടപ്പാക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് അതിന്റെ പുരോഗതി, അതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. രാഹുൽ ഗാന്ധി ഇന്നലെ ചൂരൽമല പ്രദേശത്തേക്ക് എത്തി. അവിടെയും എത്തിയ ആളുകളോട് ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണ പുരോഗതി അടക്കമുള്ള അദ്ദേഹം ആർമി ഓഫീസേഴ്സിനോട് ചോദിച്ചറിയുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അദ്ദേഹം വയനാട്ടിലെ ഈ ഏറ്റവും കൂടുതൽ ഒരു മഹാദുഃഖം വയനാട്ടിന് സമ്മാനിച്ച മഹാദുരന്തം അത് നടന്ന പ്രദേശത്തേക്ക് രാഹുൽ ഗാന്ധി വീണ്ടും എത്തിയിരിക്കുന്നു. വീണ്ടും പുഞ്ചിരിമട്ടം എന്ന് പറയപ്പെടുന്ന പ്രദേശത്തേക്ക് രാഹുൽ ഗാന്ധി എത്തി ആർമി ഓഫീസേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിക്കുന്നതാണ്. അദ്ദേഹം ഒരുപക്ഷെ ഇതിന്റെ ഇമ്പാക്ട് അടക്കമുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. അതായത് ദേശീയ ശ്രദ്ധ അല്ലെങ്കിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന സംസ്ഥാനം ഇതിനോടകം തന്നെ ഇന്നലെ ചേർന്ന സർവകക്ഷി യോഗത്തിൽ അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. അങ്ങനെ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറയുകയും കേന്ദ്രത്തോട് അക്കാര്യം ആവശ്യപ്പെടുമെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറയുകയും ചെയ്തിരുന്നു. ഏതായാലും ആ സാഹചര്യങ്ങളൊക്കെ ആ രീതിയിൽ നിലനിൽക്കുമ്പോഴാണ് നിലവിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടേക്ക് വരുന്നത്. രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ പ്രദേശം സന്ദർശിക്കുന്നത് അതിന്റെ ദേശീയ പ്രസക്തി, ദേശീയ ശ്രദ്ധ അത് കൂട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാര്യമായ സെക്യൂരിറ്റി ഒന്നുമില്ല. അദ്ദേഹം എത്തിയത് ഒരൊറ്റ വാഹനത്തിലാണ്, ഒരു പോലീസ് വാഹനത്തിന്റെ മാത്രം അകമ്പടിയുടെ ഒരൊറ്റ വാഹനത്തിലാണ് അദ്ദേഹം ഈ പ്രദേശത്തേക്ക് എത്തിയത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ അത് കാണാനും സാധിക്കും. രാഹുൽ ഗാന്ധിയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം ആർമി ഉദ്യോഗസ്ഥരോട്, വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട്, പോലീസ് ഓഫീസേഴ്സിനോടക്കം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചറിയുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഏതായാലും രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ വയനാടിനെ കൈവിട്ട് കളയാൻ കഴിയില്ല. മാത്രവുമല്ല, ആ സ്നേഹം രാഹുൽ ഗാന്ധി ഇപ്പോൾ വയനാടിനോട് ഈ വിധത്തിൽ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ചൂരൽമലയിലെ ഇന്നലത്തെ സന്ദർശനം ഒതുങ്ങുമെന്നാണ് നമ്മൾ കരുതിയെങ്കിൽ തെറ്റി. രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം, അത് ഈ ഉരുൾപൊട്ടലിന്റെ ഏറ്റവും പ്രഭവ കേന്ദ്രത്തിന് തൊട്ട് താഴെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി ആശ്വാസ വാക്കുകളുമായി എത്തിയിരിക്കുന്നു. ഈ അവരുമായി ചേർന്ന രക്ഷാപ്രവർത്തനത്തിന്റെ പുരോഗതിയൊക്കെ വിലയിരുത്തുകയാണ്. ഇന്നലെ ഷഫീദ് പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി ചൂരൽമലയിലെത്തി, ആ ബെയിലി പാലത്തിനടുത്ത് വരെ എത്തി. അതിനുശേഷം മടങ്ങിയിരുന്നു. അതിനുശേഷം അദ്ദേഹം ക്യാമ്പുകളിൽ, ആശുപത്രിയിൽ സന്ദർശനം നടത്തുകയായിരുന്നു. ഇടയ്ക്ക് പത്രങ്ങളിലൊക്കെ വന്ന ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു വീഡിയോ, ഒരു ക്യാമ്പിൽ രാഹുൽ ഗാന്ധി ഒരു പയ്യനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഹൃദയഹാരിയായ ദൃശ്യങ്ങൾ. ഈ സമയത്ത് ഒരു ദുരന്തകാലത്ത് അങ്ങനെ ചേർത്ത് പിടിക്കൽ ഹൃദയഹാരിയ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ മുണ്ടക്കൈ, പുഞ്ചിരിമട്ട മേഖലയിലേക്ക്, ദുരന്തം ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്ത ആ മേഖലയിലേക്ക് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്തുന്നത്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ ഒരു തരത്തിലും, അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ ഒരു തരത്തിലും അദ്ദേഹത്തിൻ്റെ വരവ്, VIP വരവ് കൊണ്ടുണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ട് രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടാവരുത്, അധിക സുരക്ഷാ സംവിധാനങ്ങൾ വേണ്ട, കൂടുതൽ പോലീസ് എസ്കോർട്ട് വേണ്ട എന്നൊക്കെയുള്ള ഒരു ഉപാധി പ്രഖ്യാപനത്തിന് ശേഷമാണ് രാഹുൽ ഗാന്ധി ഇങ്ങോട്ടേക്ക് എത്തിയത്. അവിടെ ദുരന്തഭൂമിയിൽ ദുരന്തം ഏറ്റുവാങ്ങിയവരോട്, അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവരോടൊക്കെ സംസാരിക്കുകയാണ് രാഹുൽ ഗാന്ധി. KC വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ അവിടെയുണ്ട്. രാഹുൽ ഗാന്ധിക്ക്, ഷഫീദ് നേരത്തെ പറഞ്ഞതുപോലെ, രാഹുൽ ഗാന്ധിക്ക് വയനാടിനെ മറക്കാവതല്ല. എപ്പോഴും അദ്ദേഹം പറയുന്നത് മേരാ പരിവാർ എന്നാണ് വയനാടിനെ കുറിച്ച് പറയുന്നത്. ഇന്നലെ നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നുള്ള വീഡിയോകളിലും ഈ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദുരന്തബാധിതരെ ആശ്വസിപ്പിക്കുന്ന രാഹുൽ ഗാന്ധി, വയനാടിൻ്റെ മുൻ MP എന്ന് പറയുമ്പോൾ പോലും രാഹുൽ ഗാന്ധി ഇടയ്ക്കൊക്കെ അയോഗ്യത നേരിട്ട സമയത്തൊക്കെ രണ്ടാമത് വയനാട്ടിൽ വരുമ്പോഴൊക്കെ വലിയ സ്നേഹം രാഹുലിന് വയനാട് നൽകുന്നത് കണ്ടതാണ്. വയനാടിൻ്റെ മുൻ MP എന്ന് പറയുമ്പോൾ പോലും, രാജിവെച്ചു എന്ന് പറയുമ്പോൾ പോലും വയനാടുള്ള സ്നേഹം അദ്ദേഹത്തിൻ്റെ പരിവാർ എന്ന അർത്ഥത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രാഷ്ട്രീയമായും അല്ലാതെയും ഒക്കെ അതിശക്തമായി കൂടെ നിന്നൊരു ജനതയാണ്. അതിൻ്റെ കൂടി ഒരു നന്ദി പ്രകടനം എന്ന് പറയേണ്ടതില്ലെങ്കിൽ കൂടിയും രാഹുൽ ഗാന്ധി ഐക്യദാർഢ്യം, വയനാടുള്ള തൻ്റെ പരിവാർ എന്ന് പറഞ്ഞത് വെറുതെയല്ല എന്ന് തെളിയിക്കുന്നു. രാഹുൽ ഗാന്ധി അവിടെ എത്തി. ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് കൂടി തന്നെ രാഹുൽ ഗാന്ധിയുടെ ആ വരവ് വയനാടുള്ള അദ്ദേഹത്തിൻ്റെ ടോക്കൺ ഓഫ് ലവ്
എന്നതിനപ്പുറം അത് ദേശീയ പ്രസക്തിയിലേക്ക് ഉയർത്തും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ തന്നെ അത് ദേശീയ രാജ്യസഭയിലും ലോക്സഭയിലുമൊക്കെ അത് ചർച്ചകൾക്ക് വിധേയമായി. ഇപ്പോൾ തന്നെ ചർച്ചകൾക്ക് വിധേയമാവേണ്ടതാണ്. കാര്യം അത്രത്തോളം രാജ്യത്തെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമാണ്. അത് വരും നാളുകളിൽ അതുപോലെ ചർച്ചയാവേണ്ട. ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, വരും നാളുകളിൽ രാജ്യവ്യാപകമായി തന്നെ വലിയ ചർച്ചയാവേണ്ട, രാഷ്ട്രീയമായും അല്ലാതെയും ഒക്കെ ചർച്ചയാവേണ്ട വിഷയം തന്നെയാണ് ഈ സമയം അല്ലെങ്കിൽ കൂടിയും. അപ്പോൾ ആ ചർച്ചകൾക്ക് ഒന്നുകൂടി ഊന്നൽ പകരും, ഒന്നുകൂടി തെളിച്ചം പകരും രാഹുൽ ഗാന്ധിയുടെ ദുരന്തഭൂമിയിലേക്കുള്ള വരവ്. ഷഫീദ്. ഹഷ്മി, ഉറപ്പായിട്ടും. കാരണം രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ വയനാടിനെ വെറുതെ അങ്ങ് കൈവിട്ട് കളയാൻ കഴിയില്ലെന്ന് നമ്മൾ പറയുന്നത് വെറുതെയല്ല. കാരണം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഇന്നലെ ചൂരൽമലയിലെ സന്ദർശനം കൊണ്ട് അവസാനിപ്പിക്കാമായിരുന്നു. അദ്ദേഹം അത് ഷഫീദ് റാവുത്തർ അവിടെ ഉണ്ട്. അവിടെ വലിയൊരു കയറ്റമാണ്. ആ കയറ്റങ്ങൾ ഷഫീദ് അവിടെ രാവിലെ മുതൽ തന്നെ ആ കയറ്റിറക്കങ്ങളിൽ നിൽപ്പുണ്ട്. ആ ദുരന്തബാധിതർക്കൊപ്പമുണ്ട്. ആ കയറ്റം കയറുകയാണ് രാഹുലിനൊപ്പം ഷഫീദും. അതിൻ്റെ ശബ്ദപ്രശ്നം അവിടെയുണ്ട്. രാഹുൽ ഗാന്ധി അല്പസമയം മുൻപാണ് ഈ മുണ്ടക്കൈ പുഞ്ചിരിമട്ട എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ദുരന്തമാഘാതമുണ്ടാക്കിയ പുഞ്ചിരിമട്ട മേഖലയിലേക്കാണ് ആ പാറക്കഷ്ണങ്ങളൊക്കെ അത്രയും ISRO പറഞ്ഞ വീട്ടിൽ 8 കിലോമീറ്റർ വലിയ പാറക്കൂട്ടങ്ങൾ ഒഴുകി നീങ്ങി ഇടിച്ചിറങ്ങിയത് പുഞ്ചിരിമട്ട മേഖലയിലാണ്. അവിടെ തന്നെ രാഹുൽ ഗാന്ധി നേരിട്ട് അങ്ങോട്ടേക്ക് എത്തി തന്നെ രാഹുൽ ഗാന്ധി കാണുന്നു. രാഹുൽ ഗാന്ധി ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങളോ Z കാറ്റഗറി സെക്യൂരിറ്റിയുടെ പൊലിപ്പോ അല്ലെങ്കിൽ Z കാറ്റഗറി സെക്യൂരിറ്റി ഉള്ളവർ വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നുമില്ലാതെയാണ് രാഹുൽ ഗാന്ധി വന്നത്. രാഹുലും കൂടെ 1-2 പോലീസുകാർ മാത്രമാണ് അങ്ങോട്ടേക്ക് എത്തിയത്. ഇവർ രക്ഷാദൗത്യത്തിൽ നിൽക്കുന്നവർ തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് വഴിയൊരുക്കുന്നു പുറത്തേക്ക് പോകാൻ. അങ്ങനെ വലിയ ആൾക്കൂട്ടമൊന്നുമില്ല, ആൾക്കൂട്ടം ഉണ്ടാവേണ്ട കാര്യവുമില്ല. രക്ഷാപ്രവർത്തകർക്ക് ഹസ്തദാനം ചെയ്തുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിൻ്റെ പുരോഗതി വിലയിരുത്തിക്കൊണ്ട് ദുരന്തബാധിതർ ചേർത്ത് നിർത്തിക്കൊണ്ട് ഞാനുണ്ട് നിങ്ങൾക്കൊപ്പം എന്ന് മൗനമായി പറഞ്ഞുകൊണ്ട് ദുരന്തഭൂമിയിൽ നിന്ന് രാഹുൽ ഗാന്ധി തിരികെ പോവുകയാണ്. ഇന്നലെ വന്നതാണ് രാഹുൽ ഗാന്ധി അവിടെ. അത് ചൂരൽമല വരെ വന്ന ശേഷം അദ്ദേഹം മടങ്ങിപ്പോവുകയായിരുന്നു. മടങ്ങിപ്പോയി നേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കാണ് പോയത്. അവിടെ കുട്ടികളെയും അവിടെ ക്യാമ്പുകളിൽ ദുരിതമനുഭവിക്കുന്നവരൊക്കെ കണ്ടു. അവരെയും ഇത് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കൽ രാഹുൽ ഗാന്ധിയുടെ ഒരു പുതിയ മാനറിസമല്ല. നമ്മൾ നേരത്തെയും പലയാവർത്തി അത് കണ്ടതാണ്. അതിനുശേഷമാണ് ഇവിടെ മുണ്ടക്കൈ മേഖലയിലേക്ക് ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ചത് മുണ്ടക്കൈ മേഖലയിലേക്ക് അദ്ദേഹം എത്തിയത്. രക്ഷാപ്രവർത്തകരുമായി സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം മടങ്ങിപ്പോവുകയാണെന്ന് തോന്നുന്നു. ഷഫീദ് റാവുത്തർ തുടരുന്നു. ഷഫീദ്, കേൾക്കാമെങ്കിൽ രാഹുൽ ഗാന്ധി വലിയ സുരക്ഷയുടെ അകമ്പടി ഒന്നുമില്ല അങ്ങോട്ടേക്ക് വന്നു, മൗനമായി പിന്തുണ അറിയിച്ചു, കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു, അതിനുശേഷം പെട്ടെന്ന് മടങ്ങുകയുമാണല്ലേ? ഉറപ്പായും ദേശീയ തലത്തിൽ ചർച്ചയാവേണ്ടതാണ്. അത് ദുരന്തത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ രാജ്യസഭയിലൊക്കെ നടന്ന പോലുള്ള ഹ്രസ്വ ചർച്ചയിൽ നടന്ന പോലുള്ള രാഷ്ട്രീയ ചർച്ച, ആ സമയത്ത് ഉണ്ടാവേണ്ട രാഷ്ട്രീയ ചർച്ച ആയിരുന്നില്ല അത്. അതിൻ്റെ തുടർച്ചയിൽ ഇനി വരും ദിവസങ്ങളിൽ ഈ ദുരന്തഭൂമി ഒന്ന് അടങ്ങിയതിന് ശേഷം അവിടുത്തെ ആധിയും ആവലാതിയും വേദനകൾ അത് പെർമനൻ്റായി മാറുന്ന വേദനകളല്ലെങ്കിൽ കൂടിയും തൽക്കാലത്തേക്കൊന്നും ദുരന്തഭൂമി അടങ്ങിയതിന് ശേഷം കൂടുതൽ സീരിയസ് ചർച്ചകളിലേക്ക് രാജ്യം മൊത്തം പോകേണ്ട ഒരു സംഗതിയാണ്. അത് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച ഉരുൾപൊട്ടൽ ദുരന്തമാണ്. നേരത്തെ ഉത്തരാഖണ്ഡിലായിരുന്നുവെങ്കിൽ അതിപ്പോൾ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ എന്നതിലേക്ക് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച ഉരുൾപൊട്ടൽ എന്ന ഒരവസ്ഥയിലേക്ക്, എന്ന ഒരു ടൈറ്റിലേക്ക് ഈ ഉരുൾപൊട്ടൽ വരികയാണ് ദൗർഭാഗ്യവശാൽ. സ്വാഭാവികമായും അപ്പോഴത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യണം. രാജ്യത്തെ സംവിധാനങ്ങളൊക്കെ ഈ ഉരുൾപൊട്ടൽ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആളുകളെ മാറ്റി താമസിക്കാൻ പ്രാപ്തമാണെങ്കിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ ആരുടെ പിഴവാണ് എന്ന അടക്കമുള്ള കാര്യങ്ങൾ വളരെ ആഴത്തിൽ കണിശമായി തന്നെ ചർച്ച ചെയ്യണം. അത് പക്ഷേ അതിൻ്റെ സമയം ഇതല്ല എന്നുള്ളതുകൊണ്ടാണ് അതിപ്പോൾ പറയാത്തത്. ആഴത്തിൽ കണിശമായി തന്നെ അതിൻ്റെ എല്ലാ വശങ്ങളും, അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളടക്കം, അതിൻ്റെ പരിസ്ഥിതി വശങ്ങളടക്കം, അതിൻ്റെ ശാസ്ത്രജ്ഞ വശങ്ങളടക്കം, പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നതടക്കം എല്ലാം ദീർഘനാളുകളെടുത്ത് അത് വിശദമായി തന്നെ ചർച്ച ചെയ്ത് പോകേണ്ട കാര്യം തന്നെയാണ്. ഒരു തർക്കവുമില്ല. അപ്പോൾ വരും നാളുകളിൽ അത്തരം ചർച്ചകൾ ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ ഉണ്ടാകുമ്പോൾ, ദേശീയ തലത്തിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു സ്പോക്സ് പേഴ്സൺ ആവാൻ ഈ സന്ദർശനത്തിലൂടെ രാഹുൽ ഗാന്ധിക്ക് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് കൂടി കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ഉരുള് പൊട്ടിയിറങ്ങിയ ഒരു ജനതയുടെ മൊത്തം ആവാസ വ്യവസ്ഥയെ അങ്ങനെ അവരുടെ ജീവനും ജീവിതവും അവരുടെ കൂടപ്പിറപ്പുകളെയും അവരുടെ ഉറ്റവരെയും ഉടയവരെയും അവരുടെ എല്ലാം എടുത്തുകൊണ്ട് പ്രകൃതി അത്തരത്തിൽ വലിയ ഭീകരതാണ്ഡവമാടിയ ഭൂമിയിൽ കൂടി രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തി മടങ്ങുകയാണ്. ഇനിയും അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്താണെന്ന് അറിയില്ല. എന്ന് പറഞ്ഞാൽ ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുക മാത്രമായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരുന്നത്. ഇതിപ്പോൾ ദുരന്ത മേഖലയിലേക്ക് എത്തുക എന്നുള്ളത് പെട്ടെന്നുള്ള തീരുമാനമാണോ? നേരത്തെ എന്തായാലും പദ്ധതി ഇടുന്ന തീരുമാനമല്ല എന്നാണ് അറിയാമെങ്കിൽ അദ്ദേഹത്തിൻ്റെ
അദ്ദേഹത്തിൻ്റെ വിസിറ്റ് പ്ലാനിൽ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശനങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഈ പറയുന്ന ഈ മേഖലയിലേക്ക്, ദുരന്ത മേഖലയിലേക്ക് എത്തുമ്പോഴും ഏതെങ്കിലും തരത്തിൽ ഒരു VIP-യുടെ വരവ് രക്ഷാദൗത്യത്തെ ബാധിക്കരുത് എന്ന ഉറപ്പിൽ അത്തരത്തിലുള്ള വലിയ സുരക്ഷാ സന്നാഹങ്ങൾ വേണ്ട എന്ന് നേരത്തെ തന്നെ കുറച്ച് കർശനമായി ഭാഷയിൽ തന്നെ പറഞ്ഞതിന് ശേഷമാണ് രാഹുൽ ഗാന്ധി ഇങ്ങോട്ടേക്ക് എത്തിയത്. അവിടെ എത്തിയതിന് ശേഷം കുറേ നേരം അവരുമായി സേനാംഗങ്ങളുമായി രക്ഷാപ്രവർത്തകരുമായൊക്കെ അദ്ദേഹം അവിടെ നിന്ന് സംസാരിച്ചു. അവർക്ക് ഹസ്തദാനം നൽകി, രക്ഷാപ്രവർത്തനത്തിൻ്റെ പുരോഗതി വിലയിരുത്തി, കാര്യങ്ങൾ നോക്കിക്കണ്ടു. കാര്യങ്ങൾ നോക്കിക്കാണുന്നത് വെറുതെ ഒരു രാഷ്ട്രീയ നേതാവ് വന്ന് കാര്യങ്ങൾ നോക്കിക്കാണുന്ന മട്ടിലല്ല നോക്കിക്കാണൽ. രാഹുൽ ഗാന്ധി ശക്തനായ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. സ്വാഭാവികമായി വരുന്ന നാളുകളിൽ ഇത് രാജ്യമെമ്പാടും ചർച്ചയാകുമെന്നൊരു ഉറപ്പാണ്. ആ ചർച്ചയാകുമ്പോൾ അതിൻ്റെ മുന്നിൽ നിൽക്കാൻ, അതിൻ്റെ സ്പോക്സ് പേഴ്സൺ ആവാൻ, അതിൻ്റെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്യാൻ, ആരുടെ കോട്ടം ആരുടെ നേട്ടം, ഇനി അത്തരത്തിലൊരു ദുരന്തം രാജ്യത്തെവിടെയും ഉണ്ടാകാതിരിക്കാൻ ചെയ്യേണ്ട രീതികൾ എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ആഴത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഈ സന്ദർശനം അദ്ദേഹത്തിന് നേർക്കാഴ്ച ബോധ്യം ഉറപ്പായും ആ ചർച്ചകളിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കരുത്താകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ തിരികെ മടങ്ങുകയാണെന്ന് തോന്നുന്നു രാഹുൽ ഗാന്ധി. അതിനുശേഷം ഇനി ആശുപത്രി സന്ദർശനങ്ങളോ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശനങ്ങളോ ഉണ്ടോ എന്നറിയില്ല. എന്തായാലും രാഹുൽ ഗാന്ധി അവിടെ സന്ദർശനം നടത്തി മടങ്ങിയിട്ടുണ്ട്. ചെറിയ സിഗ്നൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഷെഫീദിലേക്ക് ഒന്ന് പോയി നോക്കാമായിരുന്നു. എന്തായാലും മരണം വല്ലാതെ ഉയരുന്ന സങ്കട ദിവസങ്ങൾ തന്നെയാണ് നമ്മൾ. ഇന്ന് കൂടുതൽ മൃതദേഹങ്ങൾ പല സ്ഥലങ്ങളിൽ, മുണ്ടക്കൈയിൽ നിന്ന്, അട്ടമലയിൽ നിന്ന്, ചാലിയാർ പുഴയോരങ്ങളിൽ നിന്നൊക്കെ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയ, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക്, നമുക്ക് താങ്ങാവുന്നതിനപ്പുറത്തേക്ക് ആ മരണനിരക്ക്, ആ മരണക്കണക്ക്, സങ്കടക്കണക്ക് പോയ ഒരു ദിവസം കൂടിയാണ്. കൂടുതൽ ശരീരഭാഗങ്ങൾ ചാലിയാറിൻ്റെ പുഴയോരങ്ങളിൽ നിന്ന് കിട്ടുന്ന കാഴ്ച കണ്ടുകണ്ട് നമ്മൾ മരവിക്കുന്ന കാഴ്ച നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ നാടിൻ്റെ ദൗർഭാഗ്യം എന്നുറപ്പായും പറയേണ്ടതാണ്. അതിനിടയിലൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ കാര്യങ്ങൾ ഒക്കെ ഏതാണ്ടൊക്കെ ഭംഗിയായി തന്നെ നടക്കുന്നു എന്നാണ് ആ ക്യാമ്പുകളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഭംഗിയായി നടക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അവരുടെ ട്രോമ, അവിടെ കഴിയുന്ന പാവം മനുഷ്യരുടെ ട്രോമ, അവരുടെ വേദന, അവരുടെ ഹൃദയവേദനയൊന്നും അടുത്ത കാലത്തൊന്നും മാറാൻ തക്ക വേദന അല്ല പ്രകൃതി അവർക്ക് സമ്മാനിച്ചത്. അപ്പോൾ അത് ടൈം ഹീൽ എന്ന് പറയുന്നത് വസ്തുതയാണെങ്കിൽ കാലം പോകെ ആ മുറിവുകൾ മായട്ടെ എന്ന് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും മാത്രമേ കഴിയുകയുള്ളൂ. ദുരന്തമുണ്ടാകും മുൻപ് ആ പ്രദേശത്ത് റെഡ് അലർട്ട് പോലും ഇല്ലായിരുന്നു എന്ന് ആരോ പറഞ്ഞൊരു പ്രതികരണം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഉറപ്പായും ഇനി വരും ദിവസങ്ങളിലെ ചർച്ചകളുടെ നാന്ദി തന്നെയാണത്. CPI സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ്റെ വാക്കുകളാണത്. എല്ലാ വിഭാഗം ആളുകളും വയനാട്ടിലെ ദുരന്തത്തിൽ അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തുകയാണ്. സംസ്ഥാന സർക്കാർ സംവിധാനവും ഫലപ്രദവും ഏകോപിതവുമായി പ്രവർത്തിക്കുന്നു എന്ന് MP ഗോവിന്ദൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറയുകയാണ്. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന രാഷ്ട്രീയ പ്രേരിതമായ പ്രസ്താവനയാണ്. അമിത്ഷാ മാത്രമാണ് അത്തരത്തിൽ പ്രസ്താവന നടത്തിയത്. ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ടായിരുന്നു. ദുരന്തമുണ്ടാകും മുൻപ് ആ പ്രദേശത്ത് റെഡ് അലർട്ട് പോലും ഇല്ലായിരുന്നു എന്ന് MP ഗോവിന്ദൻ പറയുകയാണ്. അത് ഉറപ്പായും ഒരു രാഷ്ട്രീയ ചുവയുള്ള ഏറ്റുമുട്ടലിൻ്റെ തുടക്കമൊക്കെയാണ്. അത് അമിത്ഷാ രാജ്യസഭയിൽ തുടങ്ങി വെച്ചിരുന്നു. അത് കൂടുതൽ ചർച്ചയാവാത്തതിന് കാരണം നമ്മുടെ ഈ മണ്ണ് തൽക്കാലം ആ ചർച്ചയ്ക്ക് പാകപ്പെട്ട മണ്ണല്ല എന്നതുകൊണ്ടാണ്. ഇത് വിലാപത്തിൻ്റെ സമയമാണ്. സങ്കടത്തിൻ്റെയും വേദനകളുടെയും മൃതശരീരങ്ങൾ നിരന്തരം കാണുന്ന മരവിപ്പിൻ്റെയും സമയമാണ്. മറ്റേതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്ക് നമ്മുടെ മണ്ണ് പാകപ്പെട്ടിട്ടില്ല. നമ്മളങ്ങനെ അത്തരം ചർച്ചകൾ നടത്തുകയാണെങ്കിൽ, ആലോചിക്കുകയാണെങ്കിൽ വയനാട്ടിൽ സർവ്വവും തകർന്നു നിൽക്കുന്ന മനുഷ്യരുടെ മുഖമൊന്ന് മനസ്സിലാലോചിച്ചാൽ അത്തരം ചർച്ചകളിൽ നമ്മൾ സ്വതവേ, മനുഷ്യരാണെങ്കിൽ നമ്മൾ സ്വതവേ പിന്നോട്ട് പോകും. സുർജിത്ത് അയ്യപ്പത്തുകൂടി ചൂരൽമലയിൽ ചേരുകയാണ്. സുർജിത്ത്, ഇന്നലത്തേതിനേക്കാൾ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയ ദിവസമാണ്, ശരീരഭാഗങ്ങൾ കണ്ടെത്തിയ ദിവസമാണ്, ആഘാതം കൂടുതലുള്ള ദിവസമാണ്. സുർജിത്ത്, 4-ാം ദിവസം രാഹുൽ ഗാന്ധി ചൂരൽമലയിലേക്ക് എത്തുന്നുണ്ടോ ഇന്ന്?